ഹായ്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഡൊമിനോസിൻ്റെ ഡെലിവറി ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടാവേ. വലിയ കാര്യമൊന്നുമില്ല, തുടക്കമായതുകൊണ്ട് വലിയ രസം കാണുമെന്നൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം കാണാം. പണി പാളിയെന്ന് തോന്നുന്നു കേട്ടോ, ഭയങ്കര തിരക്ക്. മറ്റേ ഹോഴ്സ് റേസ് നടക്കുന്നുണ്ട് അവിടെ, ഭയങ്കര തിരക്കാണ്. റോഡ് ബ്ലോക്കായി കിടക്കുക. എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. നോക്കാനാണെങ്കിലും എന്നാണെങ്കിൽ അവന്റെ വായിരിക്കുന്ന കേൾക്കേണ്ട വരും. ലേറ്റായി, പണി പാളി. എല്ലാ ദിവസവും എന്നോട് പറയാം ലേറ്റ് ആവില്ലേ. കുഴപ്പമൊന്നുമില്ല, റഷാണെങ്കിലുള്ള പ്രശ്നമേ ഉള്ളൂ. ചില ദിവസം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 6 മണിയായാലും 6:30 ആയാലും ഓർഡർ കാണത്തില്ല, അവിടെ തന്നെ ഇരിക്കും. ഇന്ന് മിക്കവാറും തിരക്കായിരിക്കും. ഞാൻ ലേറ്റാകുന്ന ദിവസം എല്ലാം തിരക്കും, ഉറപ്പാണ്. നമുക്ക് നോക്കാം. എത്താറായി, 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓൾറെഡി 5:30 32 എല്ലാം കഴിഞ്ഞോട്ട് ഇവിടെ റോഡ് പണി കഷ്ടമാണ് കർത്താവേത്. ഡൊമിനോസിന്റെ ബാഗിലായിരുന്നു കേട്ടോ, വന്നു, അത് കയറുവാണ്. ആദ്യത്തെ ഓർഡർ കിട്ടി കേട്ടോ. ഇവിടുന്ന് 7 മൈൽ ദൂരെയാണ് കാണിക്കുന്നത്. 7 മിനിറ്റ് ദൂരെയാണ് കാണിക്കുന്നത്. ഇത് ഇങ്ങനൊരു നമുക്ക് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വരും നമുക്ക്. ആ നോട്ടിഫിക്കേഷനിലാണ് ബാക്കി കാര്യങ്ങൾ. അത് ടച്ച് ചെയ്ത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കുക. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വന്നോളും, ആപ്പ് വന്നോളും, മാപ്പ് വന്നോളും. സെറ്റ് ചെയ്യുക, പോവുക. എത്ര ഉള്ളൂ. അങ്ങനെ കട്ട് റോഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ മെയിൻ റോഡിൽ കയറാൻ പോവാണേ. ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് തന്നെ അല്ലേ, ഇവിടുന്ന് വലത്തോട്ട്. മിനിറ്റും കൂടെ ഉള്ളത്, തൊട്ടടുത്താണ്. എത്താറായി നമ്മളിപ്പോൾ. ഇച്ചിരിയുടെ നേരത്തെ തന്നെ നല്ല തിരക്കുള്ള റൗണ്ട് ഔട്ടാണ്, ഭയങ്കര തിരക്കുള്ള റൗണ്ട് ഔട്ടായത്. നമ്മളിവിടെ ഏത് വഴി കയറാൻ പോലും അതിൻ്റെ വഴിയുടെ തുടക്കത്തിൽ അവസാനമായ വഴിയുടെ പേര് കാണുമേ. ഈ നമ്മളിപ്പോൾ കയറാൻ പോകുന്ന വഴിയുടെ പേര് വിൻസെൻ്റ് ഡ്രൈവ്, അവിടെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു കണ്ടോ. അതുപോലെ നമ്മുടെ റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് എല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ നമുക്കൊരു പേജ് ഇങ്ങനെ വരും, കംപ്ലീറ്റ് എന്നും പറഞ്ഞു അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മാപ്പ് കിട്ടും നമുക്ക് സ്റ്റോറിലോട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞു. അടുത്തായിരുന്നു 3-4 മിനിറ്റ് ഒക്കെ ഉള്ളായിരുന്നു. 5 മിനിറ്റ്. അപ്പോൾ തീർച്ചയായും സ്റ്റോറിലോട്ട് ഇവിടുത്തെ വീടുകളൊക്കെ വഴിയൊക്കെ നമ്മളെടുത്ത പോലൊക്കെ തന്നെ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല, നോർമൽ. വീടൊക്കെ കാണാൻ പഴയതുപോലാണെങ്കിലേ അകമൊക്കെ കാണാൻ സൂപ്പറാണേ, നല്ല നീറ്റായിരിക്കും. ഒന്നാമത്തെ ഡെലിവറി കഴിഞ്ഞു. തിരിച്ച് സ്റ്റോറിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ചെത്തി കേട്ടോ. ആദ്യത്തെ ഡെലിവറിക്ക് പോയപ്പോൾ ഞാൻ നിങ്ങളെ പിസ്സയുടെ ബാഗ് കാണിക്കാൻ മറന്നുപോയെ. ഈ ബാഗ് കണ്ടോ, ഈ ബാഗിനകത്തായിരിക്കും നമുക്ക് പിസ്സ ഇരിക്കുന്നത്. പിസ്സയൊക്കെ തരുന്നത് ഈ ബാഗിനകത്താണ്. ഹോട്ട് ബാഗ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ ഒരു സ്ലിപ്പും കിട്ടും. അതെ, ഇങ്ങനെ സ്ലിപ്പും കിട്ടും. ഈ സ്ലിപ്പ് അവരുടെ അഡ്രസ്സ്, ചിലപ്പോൾ ഫോൺ നമ്പർ നമുക്ക് ഓട്ടോമാറ്റിക് അത് നോട്ടിഫിക്കേഷൻ നമുക്ക് വിളിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിപ്പം 3 മിനിറ്റ് ദൂരമാണ് നമുക്കുള്ളത്. 3 മിനിറ്റ് തൊട്ടടുത്താണ്, ഒരു കിലോമീറ്റർ പോലും ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ഡെലിവറിക്ക് വേണ്ടി പോവാണേ. ഇത് തൊട്ടടുത്ത് തന്നെ 3 മിനിറ്റ് കാണിക്കുന്നേ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. 3 അല്ല, ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റുമായിരിക്കും. അപ്പോൾ അടുത്ത് തന്നെ. പെട്ടെന്നോട് നോക്കിയേക്കാം. നമ്മൾ വണ്ടിയിൽ നിന്ന് വീട് തപ്പി ഇങ്ങനെ തപ്പിയെടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് എന്നാണുള്ള സമയം എടുക്കും. എടുക്കുന്നത് തന്നെ അത് വീട് തപ്പി അവർ വന്ന് സാധനം മേടിച്ച് ഈ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോൾ സമയം എടുക്കും. ഓക്കെ, ഇങ്ങനെയുള്ള വഴികളുണ്ടേ. കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ കാണത്തുള്ളൂ. അപ്പം നമ്മളിതിൽ വരുമ്പോൾ അവർ അല്ലെങ്കിൽ നമ്മൾ ഇടയുള്ളവർ വണ്ടി ഒതുക്കി കൊടുക്കും, ഏത് സൈഡിലാണല്ലേ. രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞു. തൊട്ടടുത്ത് തന്നെ ആയിരുന്നല്ലോ. അപ്പം കംപ്ലീറ്റ് ചെയ്തു. തിരിച്ച് നമ്മൾ സ്റ്റോറിലോട്ട് തന്നെ പോവാണ്. വീട് തപ്പേണ്ട ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അപ്പോൾ 10 മിനിറ്റ് എടുക്കത്തില്ല, തൊട്ടടുത്തല്ലേ. അപ്പോൾ വേഗം തിരിച്ചു ചെല്ലും. നല്ല സ്ഥലമാണ്. പഴയ വീടുകളാണ്. രണ്ട് സൈഡിലും മരമൊക്കെ ആയിട്ട് സൂപ്പർ. അവിടെ അത്
അതുപോലെ തന്നെ ആയിരുന്നേ. ഇത് നമ്മൾ പോകുന്നൊരു സ്കൂളിൻ്റെ സൈഡിൽ കൂടെയാണ്. ഇവർ 20 മൈൽ സ്പീഡാണ്. ഇവിടെ 20 മൈൽ സ്പീഡിൽ കൂടുതൽ പോകാൻ പാടില്ല എന്നാണ്. നമ്മുടെ നാട്ടിലും ഉണ്ട് അങ്ങനെ, നമ്മളൊന്നും നോക്കാറില്ല. പിന്നെ റൈറ്റ് സൈഡിലുള്ളതൊക്കെ ഫാമിങ്ങും പരിപാടിയൊക്കെയാണ്. ഇവിടെയൊക്കെ ഈ സൈഡിൽ കൂടുതലും അങ്ങനെയാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഒരു മോർസൺ, നമ്മൾ സാധനമൊക്കെ മേടിക്കാൻ വരുന്ന കടകളിലൊന്നാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ മോർസൺസ്. ഇവിടെ നിന്ന് ഒരു 3 മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മുടെ സ്റ്റോറിലോട്ട്. ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീട് കണ്ടോ, എല്ലാ വീടും മുട്ടി അതിന് ടെറസ്ഡ് ഹൗസ് എന്ന് പറയുന്നത്. ഒന്നൊന്നിനെ മുട്ടി അങ്ങനെ ഒരു 4 വീടുകളൊക്കെ കാണും. ചിലപ്പോൾ അതിലും കൂടുതൽ കാണും. ഇപ്പോൾ ഇവിടെ 4 ഉള്ളായിരുന്നു. പിന്നെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഡിറ്റാച്ച്ഡ് വീട്. ഒറ്റ വീട്, നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെ. സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ 2 വീട് ഒരുമിച്ച് മുട്ടി നിൽക്കുന്നത്. പിന്നെ നോർമൽ ഫ്ലാറ്റ്, അങ്ങനെയാണേ. ഇത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ടെറസ്ഡാണ്. ഇവിടെ 5 എണ്ണം ഉണ്ടായിരുന്നു. 5 പിന്നെ കുറേ കടയും. ഇത് ഇപ്പം നിൽക്കുന്നത് നമ്മൾ വെയിൽസിലും. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് റോഡ് പോകുന്നുണ്ടോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന്, അതിന് ബൗണ്ടറി ലൈൻ എന്നാണ് പറയുന്നത്. അത് ഇംഗ്ലണ്ടിൻ്റെയും വെയിൽസിൻ്റെയും ബോർഡറായിട്ടുള്ളൊരു വഴിയാണ്. അതുകൊണ്ടാണ് ബൗണ്ടറി ലൈൻ എന്ന് പേര് വന്നത്.
ഇപ്പം നമ്മൾ വെയിൽസിൽ നിന്ന് മാറി ഇംഗ്ലണ്ടിൽ കയറി. വെൽക്കം ടു ചെസ്റ്റർ. അടുത്ത ഡെലിവറി കിട്ടിയേ, അതും അടുത്ത 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് 5-ാമത്തെ ആണെന്ന് തോന്നുന്നു. സമയം 7:30 എന്നിട്ട് 7:30 ആവുന്നു. ഡെലിവറി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ 7:30 ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. എൻ്റെ വീട് കാണിക്കാവേ. നല്ല രസമുണ്ട് കേട്ടോ ഈ വഴി കൂടെ പോകാൻ. ഞാൻ വേറെ വഴി കൂടെ ആയിരുന്നു. 2 സൈഡിലും നല്ല മരമൊക്കെ ആയിട്ട് സൂപ്പറായിട്ട്. അടുത്ത് നമ്മൾ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ വന്ന വീടാണോ ഇത്? ഇന്നലെ വന്ന വീടല്ല. ഇത് കഴിഞ്ഞു പോയി. അപ്പോൾ ആ ഡെലിവറിയും കഴിഞ്ഞു. അത് അവിടുത്തെ അപ്പോൾ കുറച്ച് പിള്ളേരായിരുന്നു. അവന്മാർ ചില്ലൊക്കെ ചെയ്തിങ്ങനെ കുഞ്ഞു പിള്ളേർ, ഒരു 5-6 പഠിക്കുന്ന അങ്ങനത്തെ പിള്ളേരെ. ഭയങ്കര കളി അവിടെ കിടന്ന് 5-8 പിള്ളേരുണ്ട്. 5 പൈസ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടപ്പം തിരിച്ച് പോവാണ്. ഭയങ്കര വെയിലാണ്. അടുത്ത ഡെലിവറിക്കാണ്, അടുത്ത വീടുകളൊക്കെ കാണിക്കണം. അപ്പോൾ അടുത്ത ഓർഡർ കിട്ടിയേക്കുവാണേ. ഇതിപ്പം 1 മിനിറ്റ് ദൂരെ കാണിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ്. ഇംഗ്ലണ്ടിലാണ്. 4 മിനിറ്റ്. മാപ്പ് ഓണാക്കിയപ്പോൾ 4 മിനിറ്റ് കേട്ടോ. ഇപ്പോൾ പോയിടത്ത് തന്നെയാണെന്ന് തോന്നുന്നല്ലോ. അല്ല, ഇപ്പോൾ പോയിൻ്റെ ആ മെയിൻ റോഡിൽ. എന്നാലും പോയി നോക്കിയിട്ട് വരാം. പോയി കൊടുത്തിട്ട് വരാം. പോയി കൊടുത്തിട്ട് 6-ാമത്തെ ഓർഡറാണ്. എത്രാമത്തെ ആണോ? എണ്ണം തെറ്റിപ്പോയി. അത് കുഴപ്പമില്ല. സാധാരണ ഫാമിൻ്റെ അതിൽ കൂടെ ഒക്കെ ഉള്ളതാണേ. അത് കിട്ടുമായിരിക്കും. സമയമുണ്ടല്ലോ. 7:30 ഉള്ളൂ. 7:45 ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് ഞാൻ കൊണ്ടുപോയി കാണിക്കാം. ഇവിടുത്തെ വേജ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വേജിൽ 12-14 ആണോ, അത്രയാണോ നോർമൽ വേജും. ഒരു നാട്ടിലൊരു 1,200 രൂപ മണിക്കൂറിനും. പിന്നെ ഓരോ ഡെലിവറിക്കും 1.25 ഓരോ ഡെലിവറിക്കും കിട്ടുമേ. പെട്രോൾ ക്യാഷ് ആയിട്ടോ അത് കിട്ടുന്ന ഓരോ ഡെലിവറിയുടെ ക്യാഷ്. അതെല്ലാം മണ്ടയും കഴിഞ്ഞ ആഴ്ച വർക്ക് ചെയ്യും. ഇപ്പം ഈ ആഴ്ച വർക്ക് ചെയ്യുന്നത് അടുത്ത ആഴ്ച കിട്ടും. അങ്ങനെ ഓരോ വീക്കിലും ഓരോ മണ്ടയും നമുക്ക് ആ പൈസ കിട്ടും. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച എല്ലാ ആഴ്ചയും പെട്രോൾ അടിച്ച് അതൊക്കെ മാനേജ് ചെയ്യണം. പിന്നെ വണ്ടിയുടെ തേയ്മാനമൊക്കെ നോക്കി അതിന് പറ്റത്തില്ല. അതിലും വില കുറഞ്ഞതിലും ചെറിയ വണ്ടിയൊക്കെ എടുത്ത് ഓട്ടം പോകണം. പാർട്ട് ടൈം ഒക്കെ ചെയ്യാൻ അടിപൊളിയായത്. പാർട്ട് ടൈം ചെയ്താൽ മതി ഇത്. പിന്നെ പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ സെറ്റാണ്. അവിടെ തന്നെ ഇരുന്നുള്ള ജോലി ആ ഒരു മടുപ്പില്ല. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടൊക്കെ എങ്ങനെയൊക്കെ പോവാം. ഏത് പുറത്ത് തന്നെ മടുപ്പല്ലേ. അയ്യോ, എനിക്കിഷ്ടമേ ഇല്ലാത്തൊരു കാര്യം അത്. അടച്ചിലാന്ന് പറഞ്ഞാൽ ഇത് രസമാണ്. ഓരോ ദിവസവും ഓരോരുത്തരല്ലേ മീറ്റ് ചെയ്യുന്നത് നമ്മൾ. അതുകൊണ്ട് നല്ല മറ്റേ ബ്ലോക്കിലാണ് ഞാൻ എപ്പോഴും പറയുന്നത്.
വീണ്ടും ഓർഡർ കിട്ടിയേ. നമ്മൾ നേരത്തെ പോയ സെയിം സ്ഥലത്ത് തന്നെ. അപ്പോൾ ആ ഡെലിവറിയും കഴിഞ്ഞു, തിരിച്ചെത്തി. ഓർഡർ ചെയ്തേ. നമ്മൾ നേരത്തെ പോയ സെയിം സ്ഥലത്ത് തന്നെയാണ്, സെയിം 3 മിനിറ്റ്. അപ്പോൾ കാണിക്കാം. ഇത്തവണ വേറെ എങ്ങനെയാലും ഫോൺ വെച്ചിട്ടേ സൂപ്പറായിട്ടുള്ള വീഡിയോ കാണിക്കാം. നോക്കട്ടെ. വണ്ടി വന്നു കഴിഞ്ഞാൽ ഇടയില്ലെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ ഒതുക്കി കൊടുക്കും. അവർക്ക് സ്പേസ് ഉണ്ട്, അവർ ഒതുക്കി തരുവേ. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ടെറസ്ഡ് വീടുകൾ. എല്ലാ വീടും അടുപ്പിച്ച് ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കാണും അവരുടെ ബാക്ക് യാർഡിലോട്ട് പോകാൻ. പിന്നെ വണ്ടി ഇടാൻ സ്പേസ് കാണത്തില്ല. അപ്പോൾ ഇവിടെ റെൻറ്റും വീട് മേടിക്കാനും ഒക്കെ ഭയങ്കര കുറവായിരിക്കും. പക്ഷേ വെളിയിൽ നിന്ന് കാണാൻ അത്ര മോശമാണെങ്കിലും അകത്ത് കയറിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, നല്ല രസമായിരിക്കും കേട്ടോ. അതിലൊക്കെ അവർ ഭയങ്കര നീറ്റായിരിക്കും, നല്ല അടിപൊളിയായിട്ട് വീടൊക്കെ വെച്ച് എല്ലാ സാധനങ്ങളും. ഒരു 5-6 വർഷമോ അല്ലെ 10 വർഷമോ കൂടുമ്പോൾ വീട് റിനോവേറ്റ് ചെയ്യുകയും പെയിൻറ്റും ഫർണിച്ചറും എല്ലാം മാറും ഇവർ. അതിലൊന്നും അവർക്ക് ഇതൊന്നുമില്ല, മടിയൊന്നുമില്ല. നമ്മളൊക്കെ അല്ലേ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൊളിഞ്ഞിളകുന്നിടം വരെ അത് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. സ്പ്രിങ് ആയി കഴിഞ്ഞാൽ മരത്തെ ഇലയെന്ന് പറയാൻ സാധനം കാണുകയില്ല. സ്പ്രിങ്ങാണ്, ഓട്ടമാണ്, അതെന്തോ. എത്താറായി കേട്ടോ. ഒരു മൈൽ അല്ല, 1 മിനിറ്റും കൂടെ. ഇനി നമ്മൾ കയറാൻ പോകുന്നത് 30 മൈൽ സ്പീഡുള്ള റോഡിലാണ്. അപ്പോൾ ഇച്ചിരി സ്പീഡിൽ പോകും നമുക്ക്. എത്താറായി, 20 ഇപ്പം. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് അങ്ങോട്ടാണേ വീടെത്തി. ഇതാണ് വീട്. കൊട്ടാരം പോലെ ഉണ്ടല്ലോ ഇത്. അവിടെ കുറേ നേരം പോസ്റ്റ് ആയിരുന്നേ, അതുകൊണ്ടാണ് വീഡിയോ ഇടയ്ക്ക് കട്ടായത്.
2 പിള്ളേരായിരുന്നു, കൊച്ചു പിള്ളേരായിരുന്നു. അവർ പുറകെ എന്തോ ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളി ഏതാണ്ടോ ആയിരിക്കുമായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ലേറ്റായത്. പിന്നെ അത് കഴിഞ്ഞു വണ്ടി എടുക്കുന്നേ ഉള്ളൂ ഇവിടുന്ന്. പക്ഷേ അപ്പോൾ അടുത്ത ഓർഡറും കിട്ടി. ഇന്ന് വെറുതെ ഇരിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നില്ല കേട്ടോ. എൻ്റെ പൊന്നോ ഭയങ്കര ഓട്ടോ ഇന്ന്. എന്നെ പറ്റി സാധാരണ ഈ സമയമൊക്കെ എല്ലാവരും പുറത്തൊക്കെ പോയി കഴിക്കേണ്ട സമയങ്ങളാണ്. ഈ ചൂട് വരുമ്പോൾ ഇവിടെ സാധാരണ എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും പുറത്ത് പോയി കഴിക്കുവേ. ഇന്നലെയും ഇതുപോലെ തന്നെ ആയിരുന്നു. ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. ഇതിപ്പോൾ അടുത്ത ഓർഡർ കിട്ടിയേക്കുന്നത് നമുക്ക് 5 മിനിറ്റ് ഡ്രൈവേ. ഇപ്പോൾ സമയം 8:30 ആവാൻ 5 മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് കൊടുത്തിട്ട് വരാം. മിനിറ്റല്ലേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും. വന്നു കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഓർഡർ കിട്ടും. അത് എങ്ങോട്ടായിരിക്കുമോ നമുക്ക് നോക്കാം. നമ്മൾ കൊണ്ട് കൊടുക്കാൻ പോകുന്ന ഒരു ഫ്ലാറ്റിലായിരിക്കും മിക്കവാറും. ഇവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ അത് കൊള്ളത്തില്ല കേട്ടോ, ഈ ഒരു വൃത്തിയില്ല, ഒരു രസമില്ല കാണാൻ കേട്ടോ. അപ്പോൾ ആ ഡെലിവറിയും കഴിഞ്ഞു. ഇതാണോ 10 എത്രയായി ദൈവത്തിന്. ഇത് കഴിഞ്ഞ് തിരിച്ചപ്പം അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പം അടുത്ത ഡെലിവറിയാണ് കേട്ടോ. അടുത്ത ഓർഡർ കിട്ടിയേ. ഇത് ഒരു 7 മിനിറ്റൊക്കെ കാണും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈഡിലോട്ടാണ് പോകുന്നത്. ഏഴ് മിനിറ്റില്ല കേട്ടോ, 5 മിനിറ്റ്. അപ്പോൾ കൊണ്ട് കൊടുത്തിട്ട് വരാം. താക്കോൽ ഇവിടെ. ഇങ്ങനെ വെയില. അപ്പോൾ 15 ഡെലിവറി ഒക്കെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ കയറിയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായി. 3-4 മാസത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് 18 എണ്ണമാണ്. പക്ഷേ ഞാൻ രാവിലെ ഡ്യൂട്ടി കയറിയിട്ടാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ഡ്യൂട്ടി കയറിയിട്ട് ഒരു 8 മണി വരെ റഷ് വരെ അങ്ങനെ ചെയ്തിട്ടാണ് 18 ഡെലിവറി. 20 എണ്ണത്തിന് മേളിലൊന്നും പോയിട്ട് പോലും ഇല്ല. ഇന്ന് മിക്കവാറും പോകും. ഇങ്ങനെ ആണെങ്കിൽ ഞാൻ പോകും. 20 ഡെലിവറിക്ക് ഉറപ്പായിട്ടും നോക്കാം. പിന്നെ വഴി വരുന്നു, ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അങ്ങനെ ഇന്നത്തെ അംഗം കഴിഞ്ഞു 9:30. അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ 4 മണിക്കൂർ വർക്ക് ചെയ്തു. അപ്പോൾ 40 പൗണ്ട്. പിന്നെ എനിക്കൊന്ന് 15 ഡെലിവറിക്ക് മേളിൽ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് അറിയത്തില്ല. 15 മേളിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ 15 പൗണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും പൈസയ്ക്ക് ഇന്ന് പണിയെടുത്തു. ഓക്കെ. പക്ഷെ മടുത്തു കേട്ടോ, ഇത്രയും നേരം എനിക്കിഷ്ടമല്ല, ബോർ. അപ്പോൾ ഇപ്പം അങ്ങോട്ട് പോകുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ച വഴി തന്നെയാണ്. കാണിച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ക്രൗൺ പ്ലാസയാണേ. ഇവിടെ കുറച്ചു ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ചില്ലേ ഹോഴ്സ് റേസിന്റെ, അപ്പോഴേക്ക് ഈ റൂമൊക്കെ ഫുള്ള് ഫിൽഡാ, ഭയങ്കരം തിരക്കാണ് ഇവിടെ. ഒത്തിരി ആൾക്കാർ ഇതിൽ റൂം എടുക്കുന്ന കാണാം. ടാക്സിക്കാർക്കൊക്കെ ഒന്ന് ചാകര കേട്ടോ, ഇഷ്ടം പോലെ ഓട്ടോ ഇവിടുന്ന്. ഫുഡിന്റെ ഓർഡറും ഒക്കെ ഒരുപോലെ ഉണ്ട് ഇവിടുന്ന്, ഇഷ്ടം പോലെ. ഇപ്പം ഗ്രീൻ പോലെ കാണുന്നത് ഇവിടുത്തെ ഇതാണ്, എന്താണ് ഇവിടുത്തെ ചെസ്റ്റർ മാർക്കറ്റ്. അപ്പോൾ പിന്നെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി, രക്ഷപ്പെട്ടു, സമാധാനം.